നമ്മൾ മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. അതായത് ടൂ വീലർ EV സെഗ്മെൻറ്റിൽ ഓരോ വണ്ടി എന്തുമാത്രം വിറ്റുപോയി എന്നുള്ളതിൻ്റെ മന്ത്ലി റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മന്ത്ലി കംപ്ലയിൻറ്റ് റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അങ്ങനെ സംഭവം ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ അതിന് താമസിക്കാതെ അങ്ങനെ സംഭവം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വേറെ ഒന്നല്ല, സെയിൽസ് മാത്രമല്ല, എന്തുമാത്രം വണ്ടി സർവീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം കംപ്ലയിൻറ്റ്സ് റെക്ടിഫൈ ചെയ്യുന്നുള്ളൂ എന്നുള്ളതിന് റിപ്പോർട്ടും കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. തീർച്ചയായിട്ടും എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എന്തായാലും അങ്ങനത്തെ ഉടനെ ചേഞ്ചസ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടിലും ഒന്നാമത് നിൽക്കുന്ന ഏതൊരു കമ്പനിയാണ് ഓല ഇലക്ട്രിക്. നമ്മുടെ മന്ത്ലി സെയിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മന്ത്ലി കംപ്ലയിൻറ്റ് ആയിക്കോട്ടെ, രണ്ടിലും ഒന്നാം സ്ഥാനം നിൽക്കുന്ന കമ്പനി തന്നെയാണ് ഓല ഇലക്ട്രിക്. അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം വേറെ നല്ല സത്യാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോക്കകത്ത് ഈ ഒരു ഇതിന് സൊല്യൂഷനായിട്ടാണ് ഓല വന്നിട്ടുള്ളത്. അതായത് ഏറ്റവും കംപ്ലയിൻറ്റ് കൂടിയ വണ്ടി എന്ന് അറിയപ്പെടുന്നത് ഓല തന്നെയാണ്. കാരണം മന്ത്ലി റിപ്പോർട്ട് നോക്കിയാൽ തന്നെ സെയിൽസിൽ മുന്നിലുണ്ട്, അതുപോലെ കംപ്ലയിൻറ്റിൽ ഓല മുന്നിൽ നിൽക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഓല വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാർ ആ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഓല ഇലക്ട്രിക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ബ്രാൻഡാണത്. ഇപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് ഒരു EV ടൂ വീലർ മാനുഫാക്ചറാണ് ഓല ഇലക്ട്രിക്. ഇവർ ആക്ച്വലി ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ബാംഗ്ലൂരാണ്. അവർ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കൊരു 6,80,000 വണ്ടിയോളം അവർ വിറ്റ് പോയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ ഇന്നത്തെ റിപ്പോർട്ട്, നമ്മൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 6,80,000 വണ്ടി വിറ്റ് പോയിട്ടുണ്ട്. ഓവറോൾ നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ 430+ സർവീസ് സെൻറ്റേഴ്സും ഓൾറെഡി നിലവിലുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് ഇപ്പോൾ നിലവിലുള്ളത് ഓല ഇലക്ട്രിക് തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം പറയുകയാണെങ്കിൽ 80,000 കംപ്ലയിൻസ് ആണ് ലാസ്റ്റ് മന്തിൽ ഓല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വേറെ ഒന്നല്ല, കുറേ കസ്റ്റമർ കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി നമ്മുടെ ആവറേജ് നോക്കുകയാണെങ്കിൽ 6,000 മുതൽ 7,000 വരെയാണ് ഓരോ ദിവസം ഒരു ഓല ഓൾ ഇന്ത്യ ലെവലിൽ കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി നല്ലതാണ്, ടെക്നോളജി നല്ലതാണ്, പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ ധാരാളം കംപ്ലയിൻസ് ആണ് ഓലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ധാരാളം സെയിൽസിന് ഡ്രോപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റീസെൻ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ സെയിൽ ചെയ്യാൻ സാധിച്ചത് 27,000 വണ്ടിയാണ്. അതായത് പ്രീവിയസ് മന്ത് ജൂലൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 34% ഡ്രോപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഡ്രോപ്പ് മാത്രം അവിടെ മാത്രമല്ല, അതായത് ഷെയറിലും ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഓവറോൾ നമ്മൾ മാർക്കറ്റ് ഷെയർ നോക്കിയാലും നേരത്തെ വന്നിട്ട് 39% ടോട്ടൽ ഓല ഹോൾഡ് ചെയ്യുന്നത്, അത് 31 കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യമായ ഒരു ഡ്രോപ്പാണ് ഓലയുടെ സെയിൽസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 80,000 കംപ്ലയിൻസ് ഒക്കെ പറയുമ്പോൾ നമുക്കത് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ സത്യമാണ്, റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്, പല ന്യൂസ് മീഡിയാസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ട് ഓല ഇലക്ട്രിക് വന്നിട്ടുണ്ട്. അതിൻ്റെ CEO മിസ്റ്റർ ഭാവേഷ് അഗർവാൾ ഒരു ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടി, അതായത് ഒരു ഓലയുടെ വെഹിക്കിൾ നിങ്ങൾക്ക് സർവീസ് ചെയ്യണമെങ്കിൽ ഒരു ആവറേജ് 30 മുതൽ 45 ദിവസം വരെ ഡിലേ വരാൻ ചാൻസ് ഉണ്ടെന്നല്ല, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് പറയാൻ പറയുകയാണെങ്കിൽ 45 ദിവസം വരെ ഒരു വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി അവർ എടുക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യം വേറെ ഒന്നുമില്ല, ചില ആൾക്കാർ ഓല കെയർ പ്ലസ് എന്നുള്ള പ്ലാൻ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി പെയ്ഡ് സർവീസാണ്. അപ്പോൾ അതെടുത്ത് ചെയ്യുമ്പോൾ ഹോം പിക്കപ്പും ഡ്രോപ്പും ഒക്കെ കൊടുക്കുന്നുണ്ട്, പല ഓഫേഴ്സ് അതിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ആൾക്കാരെല്ലാം വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കുറേ ആൾക്കാർ ഇപ്പോൾ റീസെൻ്റ് നമുക്ക് ഒരു ലേറ്റസ്റ്റ് വീഡിയോ കണ്ടു, അതായത് ബാംഗ്ലൂരിൽ ഒരു ഷോറൂം കത്തിക്കുന്ന വീഡിയോ കണ്ടു, സർവീസ് സെൻറ്റർ കത്തിക്കുന്ന വീഡിയോ കണ്ടു. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് 8.5 ലക്ഷം രൂപയുടെ ഒരു ഫൈനാണ് വന്നിട്ടുള്ളത്. അതായത് 6ഓളം ഓല വണ്ടി കത്തിപ്പോയി. ആൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. 8.5 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട്. പക്ഷേ ആളെ കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുന്ന തെറ്റാണ്, കത്തിക്കുന്ന തെറ്റാണ്, തീർച്ചയായും തെറ്റ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആൾക്കാർക്ക് വണ്ടി കിട്ടുന്നില്ല, ആൾക്കാർ തീർച്ചയായും ദേഷ്യം വന്നിട്ട് കത്തിക്കുന്ന ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓല മനസ്സിലാക്കിയിട്ട് സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൊല്യൂഷൻ എന്താ പറയുകയാണെങ്കിൽ ഓല പറയുന്നത്, ഭാവേഷ് അഗർവാൾ CEO പുള്ളി അനൗൺസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അവർ ടീം ഫോം ചെയ്തിട്ടുണ്ട്, പുതിയൊരു ടീം ഫോം ചെയ്തിട്ട് എല്ലാ സെക്ഷനിൽ നിന്നും, അതായത് പ്രൊഡക്ഷനിൽ നിന്നും ഓപ്പറേഷൻസിൽ നിന്നും എല്ലാ വിങ്ങിൽ നിന്നും കുറേ ടെക്നിക്കൽ ആൾക്കാരെ വെച്ചിട്ട് ഒരു പുതിയ സർവീസ് ടീം ഫോം ചെയ്യാണ്. അതായത് ഓൾ ഓവർ ഇന്ത്യയിലുള്ള സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പുതിയ ടീം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഭാവേഷ് അഗർവാളിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും അവർക്ക് സെയിൽസിൽ കാര്യമായി ഡ്രോപ്പ് വന്നു തുടങ്ങി. അപ്പോൾ സെയിൽസ് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, സർവീസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുള്ളിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു റീസൺസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിന് സൊല്യൂഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയ സർവീസ് ടീം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം എഫക്റ്റീവ് ആവും എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. കാരണം അറിയില്ല, ഓൾ ഓവർ ഇന്ത്യ വണ്ടി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 80,000 കംപ്ലയിൻറ്റ് ഒരു മാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാവുന്ന രീതിയിലല്ല കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഓലയ്ക്ക് ഒന്നാം സ്ഥാനം നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ റീസെൻ്റ് വന്നിട്ട് വേറൊരു ന്യൂസ് മീഡിയ ഞാൻ വായിച്ചു. കാരണം ന്യൂഡൽഹി എന്ന സംഭവമാണ്. അതായത് നമ്മുടെ എന്താ പറയുക, മോത്തി നഗർ എന്ന സ്ഥലത്ത് സർവീസ് സെൻ്ററിന് ആൾക്കാർ പേരിട്ടിരിക്കുന്നത് ഗ്രേവ് യാർഡ് ഓഫ് സ്കൂട്ടേഴ്സാണ് പേരിട്ടിരിക്കുന്നത്. വേറെ ഒന്നല്ല, 1000-ന് മേളിൽ സ്കൂട്ടേഴ്സാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കിടക്കുന്നത് 1000-ന് മേളിലാണ്. അത് ടെക്നിക്കൽ കാര്യം കൊണ്ട് തന്നെയാണ്, വണ്ടിയുടെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ടെക്നിക്കൽ സ്റ്റാഫില്ല. ഇപ്പോൾ 10 പേര് വേണ്ട സർവീസ് സെൻ്ററിൽ ആകപ്പാടെ 2 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കാരണം അത് സോൾവ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ മിക്ക റീസൺസ് അവർക്ക് അറിയില്ല. അതായത് ഇലക്ട്രോണിക്സ് നമുക്ക് അറിയാത്ത ആൾക്കാരൊക്കെയാണ് സർവീസ് സെൻ്ററിൽ ഇരിക്കുന്നത്. സത്യാവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അതാണ് അവിടെ ഒരു പേരിട്ടിട്ടുണ്ട്, ഗ്രേവ് യാർഡ് ഓഫ്
സ്കൂട്ടേഴ്സ്, നമ്മൾ ഗ്രേവേഡ് ഓഫ് പ്ലെയിൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഗ്രേവേഡ് ഓഫ് സ്കൂട്ടേഴ്സ് അധികം കേട്ടിട്ടില്ല. പക്ഷേ അതിപ്പോൾ ഓല കാണിച്ചു തന്നു, ഡൽഹിയിലെ ഷോറൂമിന് പേരിട്ടിരിക്കുന്നത് ഗ്രേവേഡ് ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണ്. അങ്ങനെ പല കംപ്ലയിൻസ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ട്വിറ്റർ ഹാൻഡിൽ എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം കംപ്ലയിൻസ് കാണാം. കസ്റ്റമേഴ്സ് ഓൾ ഓവർ ഇന്ത്യ വെറീഡ് ആണ്. ഇപ്പോൾ എൻ്റെ ഒരു കമൻറ്റ് ബോക്സ് മിക്കാക്കാൻ പറയാറുണ്ട്, അതായത് ഓലെ സപ്പോർട്ട് പറയാറുണ്ട്. പക്ഷേ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും കംപ്ലയിൻറ്റ് ഉള്ളതെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഒരു വണ്ടി സപ്പോർട്ട് ചെയ്താൽ ഒരു വണ്ടി നെഗറ്റീവ് കാണിച്ച് പറയുന്നതല്ല. കാരണം കുറേ ആൾക്കാർ ഞാൻ നെഗറ്റീവ് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഓല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓല വളരെ മോശമാണ്. സർവീസ് ഒരു അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഈ പണിക്ക് നിൽക്കാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം വേറെ ഒന്നല്ല, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാശ് കൊടുത്താണ് വണ്ടി വാങ്ങിക്കുന്നത്. അപ്പോൾ വണ്ടി വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പിന്നെ ഇതിൻ്റെ ഒരു യൂസ് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും CEO ആയ മിസ്റ്റർ ഭവേഷ് അഗർവാൾ കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഇങ്ങനെ ടീം ഫോം ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും കുറേ മാറ്റം വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷേ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു, എത്ര പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ എന്താ ഓരോ ഭാഗത്ത് നിന്ന് പുതിയ അപ്ഡേറ്റ് വന്നു, ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതിനൊപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. ഇപ്പോൾ എന്തായാലും കുറേ ഓല ഫാൻസ് ഉണ്ടാവും, അത് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാൻ എനിക്ക് ഉറപ്പാണ്. പക്ഷേ എനിക്ക് കാര്യം ചോദിക്കാനുള്ള നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം വേറെ നല്ല സർവീസ് സെൻ്റർ നിങ്ങളുടെ ഒരു പരിചയത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സർവീസ് സെൻ്ററിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ എടുത്ത ആൾക്കാർക്കും ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കും അത് തീർച്ചയായും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ അറിവിലധികം സർവീസ് സെൻറ്റേഴ്സ് കുറവാണ്, വളരെ ചുരുക്കം 1-2 അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സർവീസ് സെൻറ്റേഴ്സ് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ആ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് നമുക്ക് വണ്ടി സർവീസ് ചെയ്യാൻ പറ്റും. കാരണം വേറെ നല്ല ഒരു ബ്രേക്ക് പാഡ് മാറാൻ വേണ്ടിയൊക്കെ 2 മാസം 3 മാസം വണ്ടി കിടക്കാന്നൊക്കെ പറയുമ്പോൾ ഓരോ ഈ പണി നിർത്തിയിട്ട് വേറെ പണിക്ക് പോകുന്നതല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്, സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അതിനപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.